മാനന്തവാടിയിലെ ജില്ലാ ആശുപത്രിയാണ് പിന്നീട് മെഡിക്കൽ കോളേജ് എന്ന പേരിലേക്ക് മാറ്റിയത്. അവിടെ എന്നാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ കിട്ടണമെങ്കിൽ വയനാട്ടുകാർക്ക് ചുരമിറങ്ങണം. വയനാട്ടിലെ മെഡിക്കൽ കോളേജിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മറ്റ് മെഡിക്കൽ കോളേജുകളിലെ പോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വയനാട്ടിൽ എന്തുണ്ടാകുമെന്നാണ് ഇപ്പോൾ ചോദ്യം വരുന്നത്. നിങ്ങൾക്കറിയാം, ഇന്നലെ നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. വയനാട്ടിലൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരു ബ്ലോക്ക് പണിഞ്ഞു കൊടുക്കും 24 ഫ്ലവേഴ്സും ചേർന്നെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി സുർജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് വയനാട്ടിലെ മാനന്തവാടിയിൽ ഒരു ജില്ലാ ആശുപത്രിയുണ്ട്, പിന്നീട് അത് മെഡിക്കൽ കോളേജ് എന്ന പേരിലേക്ക് മാറ്റി. പക്ഷേ സൗകര്യങ്ങളൊന്നും കൂടിയിട്ടില്ല. റിപ്പോർട്ടിലേക്ക്. മറ്റു ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളിലെല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുണ്ട്. എന്നാൽ വയനാട്ടിൽ ഇത്തരം സൗകര്യമുള്ള ഒരു സർക്കാർ ആശുപത്രി പോലുമില്ല. അതിനാൽ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി ചുരമിറങ്ങേണ്ട ഗതികേടുണ്ട് ഇവിടുത്തുകാർക്ക്. രോഗികളുമായി വേഗത്തിൽ പായുന്ന ആംബുലൻസുകൾ ചുരത്തിലെ ഗതാഗതക്കുരുക്കിൽപ്പെടുന്നതും തുടർക്കഥ. മാനന്തവാടി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജാക്കി ഉയർത്തി 3 വർഷമായിട്ടും അത് ഇനിയും ആ നിലവാരത്തിലേക്ക് ഉയർന്നിട്ടില്ല. അക്കാദമിക് കെട്ടിടത്തിനായി മാനന്തവാടി തവിഞ്ഞാലിൽ ഭൂമി കണ്ടെത്തിയെങ്കിലും അത് നിയമക്കുരുക്കിലാണ്. അത്യാഹിതവുമായി എത്തുന്ന രോഗികൾക്ക് തീവ്ര പരിചരണം നൽകേണ്ട എമർജൻസി മെഡിസിൻ സംവിധാനം ജില്ലയിലെ ഒരു സർക്കാർ ആശുപത്രിയിലുമില്ല. അതിനാൽ തന്നെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതിയാണ്. മെഡിക്കൽ കോളേജിന് പുറമെ കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി ജില്ലാ ആശുപത്രികളാണ് പ്രധാന സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾ. സ്ഥലപരിമിതി കൽപ്പറ്റയിലെയും ഡോക്ടർമാരുടെ അഭാവം സുൽത്താൻ ബത്തേരിയിലെയും ആശുപത്രികളെ ബാധിക്കുന്നു. സർക്കാർ ആശുപത്രികളിൽ ന്യൂറോളജിസ്റ്റ് ഇല്ലാത്ത ജില്ലയാണ് വയനാട്. കാത്ത് ലാബും ഹൃദ്രോഗ വിദഗ്ധരുമുണ്ടെങ്കിലും പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നാണ് ആരോപണം. ശ്രീചിത്തിര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശാഖ വയനാട്ടിൽ തുടങ്ങാനുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തുടങ്ങിയെങ്കിലും അത് എങ്ങുമെത്താതായി. അരിവാൾ രോഗികൾക്കായി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച കോംപ്രിഹെൻസീവ് ഹീമോഗ്ലോബിനോപ്പതി റിസർച്ച് സെന്ററിന്റെ പ്രവർത്തനവും എങ്ങുമെത്തിയില്ല. അർബുദ ചികിത്സയ്ക്കായി ആദിവാസികൾ ഉൾപ്പെടെ ആശ്രയിക്കുന്ന നല്ലൂർനാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. 24 വയനാട്. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രേക്ഷകരുടെ പിൻബലത്തോടെ ഈ മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു നല്ല ബ്ലോക്കൊക്കെ പണിഞ്ഞ് അവിടുത്തെ വയനാട്ടുകാരുടെ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ നമ്മൾ കൂടെ ഉണ്ടാകും. മാത്രമല്ല, ഇതൊരു ക്യാമ്പയിനായി നമ്മൾ എടുക്കുന്നു. വി വാണ്ട് എ മെഡിക്കൽ കോളേജ് വിത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഫെസിലിറ്റീസ് ഇൻ വയനാട്. ആ ക്യാമ്പയിൻ നമ്മൾ ഏറ്റെടുക്കുന്നു. സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. സുർജിത്ത്, വയനാട്ടിലെ ക്ലേശങ്ങൾക്ക് അറുതിയാകാൻ ഇനി ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും നമുക്കറിയാം. എന്നാൽ ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നം പറയും മാനന്തവാടിയിലെ. SKN, നമുക്ക് ചൂരൽമല ദുരന്തത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ചൂരൽമല ദുരന്തം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ അതിനുശേഷം ഒരുപക്ഷെ മേപ്പാടിയിൽ ഒരു അത്യാധുനിക സൗകര്യമുള്ളൊരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എത്രമാത്രം ഇത് ജീവൻ അപഹരിക്കുന്ന വിധത്തിലേക്ക്, കൂടുതൽ ജീവനുകൾ അപഹരിക്കുന്ന വിധത്തിലേക്ക് ആ ദുരന്തം മാറുമായിരുന്നു. കൃത്യമായ രീതിയിലുള്ള ചികിത്സ അവർക്ക് ലഭ്യമാക്കാൻ മേപ്പാടിയിൽ അങ്ങനെ ഒരു ആശുപത്രി ഉള്ളതുകൊണ്ടാണ് അത് സാധ്യമായത്. പക്ഷേ ഇവിടുത്തെ സർക്കാർ ആശുപത്രികളുടെ ഒരു അവസ്ഥ അല്പം പരിതാപകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്ര കാലമായിട്ടും വേണ്ടത്ര വിധത്തിലൊരു വികസനം ഇല്ലാത്ത വിധത്തിലാണ് കാര്യങ്ങൾ. കാരണം വിദഗ്ധ ചികിത്സയ്ക്കായി പലപ്പോഴും ചുരമിറങ്ങേണ്ട ഒരു ഗതികേടുണ്ട് രോഗികളെ സംബന്ധിച്ചിടത്തോളം. രോഗികൾ ചുരത്തിൽ ഗതാഗതക്കുരുക്കിൽ പെടുന്നതും നിത്യസംഭവമായ ഒരു സ്ഥിതി കൂടിയുണ്ട്. പലപ്പോഴും എപ്പോഴും ഗതാഗതക്കുരുക്കുള്ള അവസ്ഥയാണ് ഉള്ളത്. 3 വർഷമായി മാനന്തവാടി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് എന്നുള്ള പേരിലേക്ക് മാറിയത്. പക്ഷേ വേണ്ടത്ര ഒരു സൗകര്യമില്ല. നേരത്തെ ചില കാര്യങ്ങൾ 274 ആയിരുന്നു അവിടെ ആ സമയത്ത് ബെഡ് സ്ട്രെങ്ത് ഉണ്ടായിരുന്നത്. അത് 500 ഉയർത്തിയിരുന്നു. പക്ഷേ അതിനനുസരിച്ച് ഒരു സ്റ്റാഫ് പാറ്റേൺ അവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർമാരെ കൂടുതൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനനുസൃതമായ ഒരു സ്റ്റാഫ് പാറ്റേണിന്റെ കുറവ് മാനന്തവാടി മെഡിക്കൽ കോളേജിലുണ്ട്. സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെ വലിയ കുറവ് അവിടെ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ പോസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെന്നുള്ള ആവശ്യമാണ് ഏറ്റവും അടിസ്ഥാനപരമായി പറയാനുള്ളത്. എങ്കിൽ മാത്രമേ രോഗികൾക്ക് വേണ്ടത്ര വിധത്തിലുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ നൽകാൻ വേണ്ടി കഴിയുകയുള്ളൂ. അവർ കൃത്യമായ രീതിയിൽ ചികിത്സ ലഭ്യമാക്കാനും കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ വാർഡിൽ സൗകര്യങ്ങൾ അപര്യാപ്തമാണ് എന്നുള്ളത് ഒരു ആക്ഷേപം പൊതുവെ ഉണ്ട്. മാത്രമല്ല, പ്രാഥമിക സൗകര്യങ്ങൾ ഇല്ലായ്മ ഉണ്ട്. ഒപ്പം തന്നെ ലാബ്, എക്സ്റേ ടെസ്റ്റുകൾക്ക് മാസങ്ങളോളം കാത്തു നിൽക്കേണ്ട ഗതികേട് ഇവിടുത്തെ രോഗികൾക്ക് ഉണ്ട്. മരുന്നുകളുടെ കുറവ്, മരുന്ന് എടുത്തു നൽകാൻ സ്റ്റാഫുകളുടെ കുറവ്, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ 7 നില ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തിരുന്നു. അത് 2 നില മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ നിർമ്മാണത്തിൽ ഉൾപ്പെടെ അശാസ്ത്രീയത ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും നേരത്തെ ഉയർന്നു വന്നിട്ടുള്ളതുമാണ്. ഒപ്പം തന്നെ ഡയാലിസിസിന്റെ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള ആവശ്യം പൊതുവെ ഈ ആരോഗ്യ മേഖലയിൽ നിന്ന് ഉയരുന്നുണ്ട്. അതോടൊപ്പം വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഈ ഡയാലിസിസിന്
ലാബിന് വെയിറ്റിംഗ് ലിസ്റ്റിൽ കാത്തു നിൽക്കേണ്ട ഒരു ഗതികേടുണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം തന്നെ ഈ കാത്ത് ലാബിന്റെ പ്രവർത്തനം ആഴ്ചയിൽ നിലവിൽ 2 ദിവസം മാത്രമായിട്ടാണ് ഉള്ളത്. അതിൽ കൂടുതൽ ഡോക്ടർമാരെ നിയോഗിച്ച് എല്ലാ ദിവസവും കാർഡിയോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കാനുള്ള നടപടികൾ വേണമെന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട്. ഇതിനായി സ്ഥിരം ഡോക്ടർമാർ വേണം, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഈ കാത്ത് ലാബുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം തുടങ്ങിയ ആവശ്യങ്ങളുണ്ട്. നട്ടലിനും കാൽമുട്ടിനും നടത്തിയ ശസ്ത്രക്രിയ, കഴിഞ്ഞ ദിവസം നടത്തിയ ശസ്ത്രക്രിയ വിജയകരമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം. എന്തായാലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള സൗകര്യം വേണമെന്നുള്ള ആവശ്യമാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്. എന്നാലും വയനാട്ടിലെ ഒരു മെഡിക്കൽ കോളേജ്, എല്ലാ സൗകര്യങ്ങളുള്ള ഒരു മെഡിക്കൽ കോളേജ് എന്ന ആവശ്യം ജനങ്ങളുടെ ന്യായമായ ആവശ്യമാണ്. ഒരുപാട് ദുരിതങ്ങളിൽ പേര് ജീവിക്കുന്ന വയനാട്ടുകാർക്ക് ഇതൊക്കെ ഒരു വലിയൊരു ആശ്വാസകരമായിരിക്കും. ആ ആശ്വാസത്തിനൊപ്പം നമ്മൾ ഉണ്ടാകും എന്നുകൂടി ഒരിക്കൽ കൂടി പറയുന്നു.